ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിൽ അടുത്ത ബന്ധം. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് തന്ത്രിയെന്നും മൊഴി. ഇന്നലെ മുതൽ, അതായത് എ പത്മകുമാറിനെ ഇന്നലെ ഉച്ചയ്ക്ക് കസ്റ്റഡിയിൽ ലഭിച്ച് അത് ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SIT ചോദ്യം ചെയ്യുന്നത് മുതൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരുന്നു എ പത്മകുമാറിന്റെ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നുള്ളത്. ഇപ്പോൾ ആ മൊഴിയുടെ ചില വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തന്ത്രിക്കെതിരെ എ പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാർ നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൊഴിയാണിത്. തന്ത്രി കണ്ഠരര് രാജീവർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് എ പത്മകുമാർ SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. മാത്രവുമല്ല, ഈ അറ്റകുറ്റപ്പണിക്ക് തന്ത്രി അനുമതി നൽകി എന്ന കാര്യം കൂടി എ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. അത് ഈ തന്ത്രി അനുമതി നൽകിയതിനു ശേഷം ഉദ്യോഗസ്ഥ ഇടപെടൽ നടന്നു. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന് മുൻപിലേക്ക് ഇക്കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എ പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി. ഒരു കാര്യം കൂടി എ പത്മകുമാർ പറഞ്ഞു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ സജീവമാക്കിയത് തന്ത്രിയും ഉദ്യോഗസ്ഥരും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി എ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. മാത്രമല്ല, അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് അവിടെ ഏർപ്പെടുത്തിയതും അയാൾക്ക് സൗകര്യം കൊടുത്തതുമൊക്കെ ഉദ്യോഗസ്ഥരാണെന്നും എ പത്മകുമാർ മൊഴിയായി നൽകിയിട്ടുണ്ട്. അതേസമയം എ പത്മകുമാറിനോട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം മിനിറ്റ്സിൽ കൃത്രിമത്വം ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾക്ക് എ പത്മകുമാർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെന്നും SITയിൽ നിന്ന് വിവരം പുറത്തു വരുന്നുണ്ട്. ചില സൂചനകൾ അനുസരിച്ച് എ പത്മകുമാർ അന്നത്തെ ദേവസ്വം മന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അറിയാമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഏതായാലും എ പത്മകുമാറിന്റെ ഇപ്പോഴത്തെ ഈ മൊഴി അത് നിർണായകമാണ്.